പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് മിറക്കിൾ ഫ്രൂട്ടാണ്. മിറക്കിൾ ഫ്രൂട്ട് ഇപ്പോൾ വിളവെടുത്തതാണ്. നിറയെ പഴം ഉണ്ടായിട്ടുണ്ട്. കുറേ ഞാൻ പൊട്ടിച്ചെടുത്തു, ഇനിയും കുറേ അതിലുണ്ട്. ചെറിയ മധുരവും ഒരു ചെറിയ ചവർപ്പും കൂടിയ ഒരു പഴമാണ്. നമുക്ക് വെറുതെ കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷേ അത് കഴിച്ച് ഒരു 4-5 പഴം വായിലിട്ട് ചവച്ചരച്ച് കഴിച്ച് അതിനുശേഷം നമ്മൾ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും അരമണിക്കൂർ നേരം. അതാണ് അതിൻ്റെ പേര് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എൻ്റെ കാരണം അതാണ്. ഒരു അത്ഭുത പഴം തന്നെയാണത്. ഞാനിതൊരു 2009 ഒരു കുഞ്ഞിത്തൈ, ഒരു 6 ഇഞ്ച് പൊക്കമുള്ളൊരു തൈ 250 രൂപ കൊടുത്ത് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു നട്ടതാണ്. ഇപ്പോൾ 6ാം വർഷത്തിലേക്ക് കടന്നു. ഏകദേശം 12 അടി പൊക്കായി. വെരി ഹെൽത്തി മീൻസ് വെരി ഹെൽത്തി പ്ലാന്റാണ്. അതിൻ്റെ തടിയൊക്കെ നല്ല വണ്ണം വെച്ചു, നല്ല സ്ട്രോങ് ആയി. അപ്പോൾ ഏറ്റവും മുകളിൽ അത് പൊട്ടിക്കാനായിട്ട് ഞാൻ പതുക്കെ ചെടിയൊന്ന് വളച്ചു. കുഴപ്പമൊന്നുമില്ല, ഒടിയൊന്നുമില്ല. പെട്ടെന്ന് നല്ല സ്ട്രോങ് ആണ് സാധനം. അതേസമയത്ത് തന്നെ ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഒന്ന് വളച്ചാലൊന്നും പെട്ടെന്ന് ഒടിയില്ല. അങ്ങനെ പതുക്കെ വളച്ചിട്ടാണ് മുകളിലത്തെ പഴങ്ങളൊക്കെ പൊട്ടിച്ച്. ഏകദേശം 12 അടി പൊക്കമുണ്ട്. എന്തായാലും ഇത് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം, മിനിമം 3 പ്രാവശ്യം ഉണ്ടാവും. ചിലപ്പോൾ 4 പ്രാവശ്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു മാസം മുമ്പ് പൂത്തതാണ് ഇപ്പോൾ ഈ പഴം വന്നിട്ടുള്ളത്. പൂക്കണ സമയത്താണെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു 10-20 അടി ചുറ്റളവിൽ നല്ല ഒരു ഫ്രാഗ്രൻസാണ്. അതിഗംഭീരമായിട്ടുള്ള ഫ്രാഗ്രൻസാണ്. നല്ല മണമാണ്, നല്ല പെർഫ്യൂമിൻ്റെ മണമാണ് പൂവിൽ നിന്ന് വരുന്നത്. പൂ വിരിയുമ്പം പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് നല്ല ഫ്രാഗ്രൻസ് കിട്ടും, നല്ല മണം കിട്ടും. അതുകൊണ്ട് പിന്നെ ഈ പഴത്തിൻ്റെ പ്രത്യേകത അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു. അവർക്കൊക്കെ ചിലർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. അറിയാത്തവർക്കൊക്കെ ഇത് വലിയൊരു അത്ഭുതമാണ്. ഇതെന്തൊരു മറിമായാണെന്നാണ് അവർ പറയുന്നത്. ഒരാൾ ഒരു 4-5 പഴം തിന്നിട്ട് ഏറ്റവും പുളിയുള്ള സാധനം ചെറുനാരങ്ങ അല്ലെങ്കിൽ കൊടപ്പുളി, കോൽപ്പുളി ഒക്കെ എടുത്ത് നല്ല മധുരത്തോടുകൂടി കഴിക്കുകയാണ്, ഒരു പുളിയില്ലാതെ. അപ്പോൾ ഇതൊരു അത്ഭുതം തന്നെയാണ്, അത്ഭുത പഴം തന്നെയാണ്. ധാരാളം പഴം കിട്ടി. ഇനി പച്ച കളറിലുള്ള പഴം, ചോക്കാത്ത പഴങ്ങൾ കുറേ ഉണ്ട് അതിൽ. അതൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ പഴുത്ത് കിട്ടും. ഒരാഴ്ച-2 ആഴ്ച കൊണ്ട് മുഴുവനും പഴുത്ത് കഴിയും. അത് കഴിഞ്ഞ് 1 മാസമോ 2 മാസം കഴിയുമ്പോൾ വീണ്ടും പൂക്കും. അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.